അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 255 ആയത്താണ് ആയത്തുകളുടെ കിരീടം. അത് ഉള്ളത് ഏതിലാണ്? സൂറത്തുൽ ബഖറയിലാണ്. എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്, എല്ലാവരും കൊണ്ടു നടക്കുന്ന സൂറത്താണ്. എന്നാൽ കഴിഞ്ഞു പോയ മഹാന്മാർ ഒരു ദിവസം അതിന് 100, 200, 300, 500, 1000 വരെ ചെല്ലിയ ആളുകളൊക്കെ ഉണ്ട്. എന്താണ് അതിനുള്ള മഹത്വം എന്ന് ചോദിക്കണ്ടല്ലോ. അത് കിരീടമല്ലേ, ആയത്തുകളുടെ കിരീടമല്ലേ. അപ്പോൾ അതിൻ്റെ മഹത്വം അത്രയ്ക്കുണ്ട്. പിന്നെ ആ ആയത്തിനെ സംബന്ധിച്ച് ഷെയ്ത്താന് ഒരിക്കൽ ബന്ധസ്ഥനാക്കപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ഒരു ആയത്ത് നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം, അത് ഏറ്റവും പുണ്യമായതും ഏറ്റവും രക്ഷാകവചവുമാണ്, എന്ത് കാര്യങ്ങൾക്കും മന്ത്രത്തിനെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു മന്ത്രവും കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പഠിപ്പിച്ചു കൊടുത്ത ആയത്താണ് ആയത്തുൽ കുർസി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുൽ കുർസി കൊണ്ട് മന്ത്രം കൽപ്പിച്ചപ്പോൾ അതിൻ്റെ ശേഷമുള്ള ആയത്ത് ലാ ഇക്റാഹ ഫിദ്ദീനിയും കൂടി മന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു എന്ന് തുടങ്ങുന്ന ആ ആയത്തിനെ നമുക്ക് ഒന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. അപ്പോൾ അവിടെ വരെയാണ്. മന്ത്രിക്കാവുമ്പോൾ എങ്ങനെ നമ്മളെ കുട്ടികൾക്കുണ്ടല്ലോ ഭയങ്കര വാസിയും കുറുമ്പും ഇതൊക്കെയുള്ള കുട്ടികൾക്കാണിത്. ഈ വാസി കൂടിയ കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കാനുള്ള മന്ത്രമാണ്. വളരെയധികം ഫലം ചെയ്യും. ഞാൻ ഏകദേശം ഒരു 1984 കാലഘട്ടത്തിലാണ് മദ്രസ പ്രസ്ഥാനത്തേക്ക് വന്നത്, മദ്രസ പഠിപ്പിക്കൽ തുടങ്ങിയത്. ആ കാലഘട്ടത്തിന് ശേഷം അനവധി കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരിലൊക്കെ കുറേ കുട്ടികളിൽ പരീക്ഷിച്ച് നോക്കിയതാണിത്. കുട്ടികൾ വളരെ കുറുമ്പും വാസിയും ഒക്കെ ഉള്ള കുട്ടികൾക്ക് വളരെയധികം പരീക്ഷിച്ച് വിജയം നേടിയ ഒരു ആയത്ത് തന്നെയാണ് ഈ ആയത്ത്. അതുകൊണ്ടാണ് നിങ്ങളോടത് കൂടുതലായിട്ട് ഇപ്പോൾ ഇങ്ങനെ നിർദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ആയത്തുൽ കുർസിയും അതിൻ്റെ ശേഷമുള്ള ആയത്തും. ഈ ആയത്ത് നമുക്ക് സ്വന്തമായിട്ട് മന്ത്രിച്ച് വെള്ളം കുടിച്ചാലും നമുക്ക് നല്ല സമാധാനവും നല്ല സുഖവും നല്ല സന്തോഷവും ഒക്കെ കിട്ടും. അതോടൊപ്പം ദേഷ്യമുള്ള കുട്ടികൾക്ക്, ഇനി ഭർത്താവ് ദേഷ്യപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും അയാൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ ഭക്ഷണത്തിൽ ഇത് ഊതി കൊടുക്കുക. നിങ്ങളവിടെ ഊതി അവിടെ വെച്ചാൽ മതിയല്ലോ. നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത്, പരിശുദ്ധ ഖുർആൻ കൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, അതൊരു ചതിയും വഞ്ചനയൊന്നും അല്ലല്ലോ, അതൊരു നല്ല കാര്യമാണ്. ചിലപ്പോൾ ഇത് പക്ഷേ ഭർത്താവിന് വിശ്വാസമുണ്ടായിരിക്കില്ല ഈ കാര്യത്തിൽ, മന്ത്രത്തിൽ. ചിലപ്പോൾ ഈ മന്ത്രം എന്താണെന്ന് പഠിക്കാത്ത ആളുകളാണല്ലോ കൂടുതലും പമ്പര വിഡ്ഢികളാകുന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അറിവില്ലായ്മ. അവൻ തന്നെയാണ് അവൻ്റെ ശത്രു എന്ന് പറയുന്നത്. അറിവില്ലായ്മയാണ് ശത്രു. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് അവൻ പലതും ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭർത്താവിനാണെങ്കിലും ദേഷ്യമുള്ള ആളുകൾക്ക് ഇത് നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കുക, അവരുടെ ദേഷ്യം പാടെ നിലച്ചു പോകും. അപ്പോൾ ഈ ആയത്തുകൾ കേട്ടോ, ആയത്തുൽ കുർസിയും അതിൻ്റെ കൂടെയുള്ള അടുത്ത ആയത്തും. പക്ഷേ ഓതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കാനുള്ളതെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. സിനത്തും എന്ന് പറയുന്നിടത്ത് താ ഉണ്ടല്ലോ, അത് തഅനീസിൻ്റെ താ ആണ്. അത് നിർത്തി ഓതുകയാണെങ്കിൽ സിന എന്നാണ് നിർത്തി ഓതുക. സിന എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ അവിടെ ഹായിൻ്റെ ശബ്ദമാണ് വരുന്നത്. സിനത്തുൻ എന്ന് പറയാതെ തഅഖുദുഹു സിന എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. പക്ഷെ അവിടെ വഖഫ് ഇല്ലാത്തതിൻ്റെ കൊണ്ട് അവിടെ വഖഫ് ഉദ്ദാവുകയാണ്. അപ്പോൾ വഖഫ് ഇല്ലാത്തത് കൊണ്ട് അവനെ വീണ്ടും എടുത്തോതണം. അപ്പോൾ കൂട്ടി ഓതുമ്പോൾ താഇൻ്റെ ശബ്ദത്തിലും നിർത്തി ഓതുമ്പോൾ ഹാഇൻ്റെ ശബ്ദത്തിലും വരുന്ന ഹാഇനാണ് തഅനീസിൻ്റെ ഹാ എന്ന് പറയുന്നത്. വലാ നൗം എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വഖഫ് ചെയ്ത് അവിടെ ജീമുണ്ട്, വേണമെങ്കിൽ വഖഫ് ചെയ്യുക, വേണ്ടെങ്കിൽ വഖഫ് ചെയ്യണ്ട. വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇവിടെ എന്തേ ഒരു നിയമം കടന്നു പോയിട്ടുണ്ട്. അതേതാ നിയമം?
ലഹു മാ ഫിസ് സമാവാതി. ഈ ലമ്മിന് നീട്ടണമെങ്കിൽ വാവ് ഇടണം, വേണ്ടേ? വേണം. എന്നാൽ ഇവിടെ അതില്ല. ലഹു എന്ന് പറഞ്ഞിടത്ത് അവിടെ വാവ് കണ്ടങ്ങൾ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നീട്ടിയത്? അതൊരു ചോദ്യമാണല്ലോ. എന്താ കാരണം എന്ന് പറയണ്ടേ? അപ്പോൾ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ലഹു അങ്ങനെ നീട്ടി, ഒരലിഫിൻ്റെ കതിരെ നീട്ടിയിട്ടുള്ളൂ. പക്ഷേ അത് നീട്ടിയല്ലോ. അസ്ലിയായ മദ്ദിൻ്റെ നീട്ടലാണ് ഒരലിഫിൻ്റെ കതിർ. നീട്ടി. എന്തുകൊണ്ട് നീട്ടി? അത് ലമീറിൻ്റെ ഹ ആണ്. അത് ലമീറിൻ്റെ ഹ. ലമീറിൻ്റെ ഹ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ലമീറിൻ്റെ അല്ലാത്ത ഹ അവിടെ വരും. അപ്പോൾ നമുക്ക് നോക്കാം. ലഹു. അപ്പോൾ ലമീറിൻ്റെ ഹാഇൻ്റെ മുമ്പ് ഹർക്കത്ത് ഫത്തഹോ കിസറോ ലമ്മോ ആണെങ്കിൽ ഈ ഹാഇനെ നീട്ടിയിട്ടാണ് ഉച്ചരിക്കുക. ആ സ്ഥാനത്ത് സുക്കൂനാണെങ്കിൽ അങ്ങനെ ഇല്ല, നീട്ടിയിട്ട് ഉച്ചരിക്കൂല. അപ്പോൾ ലമീറിൻ്റെ ഹാഇൻ്റെ മുമ്പ് ഹർക്കത്ത് ഫത്തഹോ കിസറോ ലമ്മോ ആയാൽ ഇപ്പോൾ അവിടെ ലഹു എന്നാണുള്ളത്. നിർത്തി ഓതുന്നില്ലെങ്കിൽ, നിർത്തി ഓതാണെങ്കിൽ ലഹു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. വലാ നൗമുല്ലഹു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. അപ്പോഴും ഹായിൻ്റെ ശബ്ദം തന്നെയാണ് വരുന്നത്, നീട്ടൽ വരുന്നില്ല. വലാ നൗമുല്ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ഇൻദഹു അവിടെ ഇഖ്ഫാ ആണ്. ആ സാക്കിനായ നൂനിട്ടോ, ആ നൂനിനെ ഇഖ്ഫായ് ചെയ്യാനാണ്. മന്ദല്ലദി എന്നുള്ളടത്ത് ഇഖ്ഫായ് ചെയ്യാനാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും ഓർമ്മപ്പെടുത്തിയത് മാത്രം. ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം. ബിഇദ്നിഹി എന്ന് പറഞ്ഞോടത്ത് യാ ഉണ്ടാ? നീട്ടാനില്ലല്ലോ. ഇല്ല, യാ ഇല്ല. ബിഇദ്നിഹി എന്ന് പറയുന്നോടത്ത് യാ ഇല്ല. കിസറിന് യാ ഇട്ടാനാണെന്ന് നീട്ടൽ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നീട്ടിയില്ല? ഇത് ലമീറിൻ്റെ എന്തുകൊണ്ട് ഇവിടെ നീട്ടി? കിസറില്ലല്ലോ. അല്ല, കിസറിന് യാ ഇല്ലല്ലോ അവിടെ. അപ്പോൾ എന്തുകൊണ്ടാണ് നീട്ടിയത്? നീട്ടാൻ കാരണം ഇതാണ്. എന്ത്? അത് ലമീറിൻ്റെ ഹ ആണ്, അതുകൊണ്ട് നീട്ടി. ലമീറിൻ്റെ ഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മുമ്പത്തെ ഹർക്കത്ത് മുമ്പ് ഫത്തഹോ കിസറോ ലമ്മോ എന്തെങ്കിലും ഹർക്കത്ത് വന്നാൽ അതിനെ നീട്ടണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നീട്ടിയത്. അവിടെ വഖഫാണ് ചെയ്യുന്നതെങ്കിൽ ബിഇദ്നി അങ്ങനെയാണ് വഖഫ് ചെയ്യാം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി. വലാ യുഹീതൂന എന്ന് പറയുമ്പോൾ ആ ത്വാ ഉച്ചരിക്കുമ്പോൾ കഴിയുന്നതും ശ്വാസം പുറത്തേക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെയാണ് ആ ത്വാഇൻ്റെ ഉച്ചാരണ രീതി, മഖ്റജ് അങ്ങനെയാണ്. താ എന്ന് പറയുന്ന 2 പുള്ളിയുള്ള താ ഉച്ചരിക്കുമ്പോഴാണ് പുറത്തേക്ക് കാറ്റ് പോവേണ്ടത്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സ്സമാവാത്. ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള്. അവിടെയാണ് വഖഫ് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത്, വഖഫുള്ളത് അവിടെ ചെയ്ത്. അല്ലെങ്കിൽ മാഷ എന്നോർത്ത് വഖഫുണ്ട്. മിൻ ഇൽമിഹി എന്ന് പറഞ്ഞോടത്ത് ദമീറിൻ്റെ ഹ തന്നെയാണ്. അപ്പോൾ ദമീറിൻ്റെ ഹ ആണ് അതിൽ കൂടുതലും വന്നിട്ടുള്ളത് കേട്ടോ. ഒസിയ കുർസിയുഹു ഒസിയ അതിന് ഒസിയ എന്നാവരുത് കേട്ടോ. ഒസിയ കുർസിയുഹു സമാവാതി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ? വലാ യഊദുഹു എന്നുള്ളിടത്ത് ആ ഹംസിനെ നീട്ടാൻ വേണ്ടിയിട്ട് വാവിട്ട് കൊടുത്തിരിക്കണേ. അവിടെ ദമീറിൻ്റെ ആ ഒന്നുമില്ല, അതുകൊണ്ട് അവിടെ ഒരു മദ്ദശരാണ് അത്. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. ഇപ്പോൾ ഇതിൽ തഅനീസിൻ്റെ ഹാവും ദമീറിൻ്റെ ഹാവും മാത്രമാണ് വന്നത്. സക്കത്തയുടെ ഹാ വന്നിട്ടില്ല. സക്കത്തയുടെ ഹായിന് എപ്പോഴും സുക്കൂനായിരിക്കും ഉണ്ടാവുക. പിന്നെ എല്ലാ ഹാവും ദമീറിൻ്റെ ഹാ ആട്ടെ സക്കത്തയുടെ ഹാ ആട്ടെ ഏത് ആയാലും ആ ഹാവുകളൊക്കെ പദങ്ങളുടെ അവസാനത്തിൽ വരുള്ളൂ, ആദ്യത്തിൽ വരില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ലാ തഅഖുദു സിനത്തും
ഒലാനവും അല്ലെങ്കിൽ അത്തുഹുദൂസിനത്തും എന്ന് പറഞ്ഞിടത്ത് താഴ് പദങ്ങളുടെ അവസാനത്തിലല്ലോ വന്നിരിക്കുന്നതെന്ന് പദം തന്നെ ആ പദങ്ങളുടെ അവസാനത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ലാ തുഹുദൂസിന എന്നുള്ളതൊരു പദമാണ്, അതിൻ്റെ അവസാനമല്ലേ എന്നുള്ള വാക്കുള്ളത്. അത് കൂട്ടി നമ്മളങ്ങോട്ട് കൂട്ടി ഓതുമ്പോൾ അത് ഹാൻ്റെ ശബ്ദത്തിലാവും. ഇതാണ് വ്യത്യാസം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആദ്യം മനസ്സിലായതും കൂടി ക്യാൻസലായി പോകും. എന്താ ഇപ്പോൾ ഈ തൈരീസിൻ്റെ എന്ന് പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും അത് പകർത്താനും അതുകൊണ്ട് ഉപകാരം കിട്ടാനും തൗഫീഖ് നൽകട്ടെ. നഫിയായ ഇൽമ് മൻ യുരീദില്ലാഹ ഖൈറൻ യുഫഖിഹു ഫിദ്ദീനി എന്നാണ്. അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ മതപരമായിട്ടുള്ള അറിവ് അയാൾക്ക് കൊടുക്കും. അപ്പോൾ മതപരമായിട്ടുള്ളൊരു അറിവ് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ നന്മയിലാണ്, അല്ലാഹു തൃപ്തിപ്പെട്ട ഒരാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സംശയങ്ങൾ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിക്കുന്നത് നല്ലതാണ്. പഠിക്കാൻ വേണ്ടി ഒരാൾ താഴ്മ കാണിച്ചാൽ ഒരു കുഴപ്പവുമില്ല. പഠിക്കാൻ വേണ്ടി പഠിച്ച പഠിപ്പിനെ എടുത്തിട്ട് ഞാൻ വലിയ പഠിപ്പുകാരനാണെന്ന് പറഞ്ഞിട്ട് എളിമ കാണിക്കാൻ അതും പാടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മന്ത്രം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ്.